ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഡ്രാഗൺ മൂവിയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ക്രൂരനായ ഗാൽബർട്ടോറിക്സ് രാജാവിൻ്റെ കൊടും ക്രൂരന്മാരായ പട്ടാളവും മന്ത്രവാദിനിയും വാർഡൻ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ വാർഡൻ രാജാവിനെ അവർ കൊന്ന ശേഷം മകളായ ആര്യയുടെ കയ്യിലുള്ള ഡ്രാഗൺ മുട്ട എടുക്കാനായി വരും. എന്നാൽ അവൾ അവളുടെ മാജിക് ശക്തി കൊണ്ട് ഡ്രാഗൺ മുട്ട മറ്റൊരു സ്ഥലത്തേക്ക് അപ്രത്യക്ഷമാക്കും. ഇതേ സമയമാണ് കഥയിലെ നായകനായ ഇറകൻ വേട്ടയാടാനായി കാട്ടിലേക്ക് വരുന്നത്. ആ ഡ്രാഗൺ മുട്ട പ്രത്യക്ഷപ്പെടുന്നതും ഇറകൻ്റെ മുന്നിലാണ്. എന്നാൽ ഇതേ സമയം ഗാൽബർട്ടോറിക്സിൻ്റെ ദുർമന്ത്രവാദിയായ ഡെർസ അങ്ങോട്ടേക്ക് വന്ന് ആര്യയെ ബോധം കെടുത്തും. എന്നാൽ തൻ്റെ മുന്നിൽപ്പെട്ട നീല നിറമുള്ള മുട്ട ഡ്രാഗൺ മുട്ടയാണെന്ന് ഇറകന് മനസ്സിലാകില്ല. അവൻ കരുതും എന്തോ വിലപിടിപ്പുള്ള കല്ലാണെന്ന്. എന്നാൽ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത ഗാൽബർട്ടോറിക്സിൻ്റെ പട്ടാളക്കാർ നാട്ടിലേക്ക് വന്ന് 18 വയസ്സായ എല്ലാ പയ്യന്മാരെയും നിർബന്ധിച്ച് പട്ടാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവർക്ക് ഇനി ഒരിക്കലും തിരികെ നാട്ടിലേക്ക് വരാൻ കഴിയില്ല. അങ്ങനെ അന്ന് രാവിലെ കാട്ടിലെ വേട്ടയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന ഇറകൻ ഇറച്ചി വാങ്ങാനായി കടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഞാൻ നിനക്കൊരു അത്ഭുതകരമായ ഒരു കല്ല് തരാം, ആ കല്ലിന് പകരമായി എനിക്ക് കുറച്ച് ഇറച്ചി തരണമെന്ന്. ആ കല്ല് കാണുമ്പോൾ തന്നെ എന്തോ വിലപിടിപ്പുള്ള കല്ലാണതെന്ന് ആ ഇറച്ചിക്കടക്കാരന് മനസ്സിലാകും. അയാൾ അവനോട് ചോദിക്കും, ഇത് നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന്. എനിക്ക് നായാടാൻ പോയപ്പോൾ കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ, കാട്ടിൽ നിന്നാണോ നിനക്ക് കിട്ടിയത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, എന്നെയും കൂടി കൊല്ലിക്കാനായിട്ട് ഓരോന്നും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ആട്ടിപ്പായിക്കും. ഇതേ സമയം തന്നെ മർത്താബ് എന്ന് പേരുള്ള ഒരാൾ ഇറച്ചി വിൽക്കാനായി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഗാൽബർട്ടോറിക്സിൻ്റെ ദുഷ്ട പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വന്ന് 1 രൂപ പോലും കൊടുക്കാതെ അയാളുടെ ഇറച്ചിയെല്ലാം എടുത്തു കൊണ്ടുപോകും. അധിക നേരം അവിടെ നിൽക്കാതെ ഇറകൻ തൻ്റെ വീട്ടിലേക്ക് വരും. ഇറകന് വീട്ടിൽ ഒരു അമ്മാവനും അമ്മാവൻ്റെ മകനുമാണ് ഉള്ളത്. ഇറകൻ്റെ കുഞ്ഞിലെ തന്നെ അമ്മയും അച്ഛനും ഉപേക്ഷിച്ച് പോയതാണ്. അവരോട് സംസാരിച്ച ശേഷം ആരും കാണാതെ തനിക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ആ ബ്ലൂ സ്റ്റോൺ വീട്ടിൻ്റെ പിറകിൽ കൊണ്ട് ഒളിച്ചു വെക്കും. എന്നാൽ അപ്പോഴത് വളരെ നന്നായി തിളങ്ങുന്നത് അവൻ ശ്രദ്ധിക്കും. അന്ന് ഉച്ചയ്ക്ക് അവനും അമ്മാവൻ്റെ മകൻ ഏണസ്റ്റും കൂടി കൃഷിപ്പണി ചെയ്യുന്നതിനിടയിൽ ഏണസ്റ്റ് അവനോട് പറയും, എടാ, എനിക്ക് നാളെ 18 വയസ്സാകും. വയസ്സ് തികഞ്ഞാലുടനെ ആ ദുഷ്ട പട്ടാളക്കാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. അതിനു മുൻപ് ഞാൻ നാട് വിടാൻ പോവുകയാണെന്ന് പറയും. ഇറകൻ അങ്ങനെ ഈ കാര്യം തൻ്റെ അമ്മാവനോട് പറയുമ്പോൾ അമ്മാവനും പറയും, വേറെ നിവർത്തിയില്ലല്ലോ മോനെ, അല്ലെങ്കിൽ ആ പട്ടാളക്കാർ എൻ്റെ മകനെ കൊണ്ടുപോയി കൊല്ലും. നിനക്കും 18 വയസ്സാകുമ്പോൾ നിന്നെയും അവന്മാർ വന്ന് കൊണ്ടുപോകും. അതിനേക്കാളും നല്ലത് അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം അച്ഛനോടും ഇറകനോടും യാത്ര പറഞ്ഞ് ഏണസ്റ്റ് വീട്ടിൽ നിന്ന് പോകുകയാണ്. അവർക്കെല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു വിട്ടുപിരിയുന്നതിൽ. തൻ്റെ കളിക്കൂട്ടുകാരനും കൂടിയായ ഏണസ്റ്റ് പോകുമ്പോൾ ഇറകന് വളരെയധികം ഒറ്റപ്പെടൽ തോന്നും. അതിനുശേഷം അവൻ ആ മുട്ടയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴാണ് കാണുന്നത് ആ മുട്ടയിരുന്ന് തനിയെ അനങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മുട്ട വിരിഞ്ഞ് ഒരു ഡ്രാഗൺ കുഞ്ഞ് പുറത്തേക്ക് വരും. അത് കാണുമ്പോൾ അവന് അത്ഭുതവും സന്തോഷവും തോന്നും. അവൻ സാവധാനം അതിൻ്റെ അടുത്തേക്ക് വന്ന് അതിനെ തൊടാനായി നോക്കും. എന്നാൽ പെട്ടെന്ന് അതിൽ നിന്ന് എന്തോ ഒരു പ്രകാശം വന്ന് പെട്ടെന്ന് അവൻ്റെ ബോധം പോകും. എന്നാൽ കണ്ണ് തുറക്കുമ്പോഴേക്കും അടുത്ത ദിവസമാകും. എന്നാൽ ഇതേ സമയം ആ ഡ്രാഗൺ കുഞ്ഞ് അവൻ്റെ അടുത്ത് തന്നെ ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ കൈ വല്ലാണ്ട് വേദനിക്കാൻ തുടങ്ങും. അവൻ കൈ നോക്കുമ്പോഴാണ് ആ ഡ്രാഗനെ തൊട്ട ഭാഗത്ത് ഒരു പ്രത്യേക മാർക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയം ഡ്രാഗൻ ഉച്ചത്തിൽ കരയാൻ തോന്നും. അതിന് വിശക്കുന്നുവെന്നും കരുതി അവൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാല് കൊണ്ട് കൊടുക്കുമ്പോൾ ഡ്രാഗന് പാലൊന്നും ഇഷ്ടമാകാതെ അത് കടിച്ചു പൊട്ടിക്കും. നിനക്ക് പാലല്ലാതെ കഴിക്കാൻ ഇവിടെ മറ്റൊന്നും തരാനില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഡ്രാഗൺ ചെറുതായി പറന്ന് അവിടെ ഭിത്തിയിലിരുന്ന ഒരു ഓന്തിനെ പിടിച്ച് കഴിക്കും. എന്നാൽ ഇതേ സമയം മന്ത്രവാദി രാജാവായ ഗാൽബർട്ടോറിക്സിൻ്റെ അടുത്ത് വന്ന് പറയും, എൻ്റെ മന്ത്രദൃഷ്ടിയിൽ ഡ്രാഗൺ പിറന്നതായാണ് അറിയാൻ കഴിഞ്ഞത്. അത് ദൂരെയുള്ള ഒരു പയ്യൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് പറയും. ഇത്രയും വേഗം നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ആ പയ്യനെയും ഡ്രാഗനെയും കൊല്ലണമെന്ന് ഗാൽബർട്ടോറിക്സ് മന്ത്രവാദിയോട് പറയും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. തൻ്റെ കയ്യിൽ വന്ന മാർക്ക് കാണുമ്പോൾ ഇറകന് ഈ മാർക്കും ഡ്രാഗനും തമ്മിൽ എന്തോ ബന്ധമുള്ളതായി തോന്നും. അപ്പോഴേക്കും ഇറകനും ഡ്രാഗനും നല്ല കൂട്ടുകാരാവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അന്ന് രാത്രി ദുർമന്ത്രവാദിയായ ഡെർസ തൻ്റെ ദുർമന്ത്രവാദം ഉപയോഗിച്ച് കുറേ കിങ്കരന്മാരെ ഉണ്ടാക്കി ഇറകനെയും ഡ്രാഗനെയും കൊല്ലാനായി പറഞ്ഞുവിടും. എന്നാൽ അന്ന് രാത്രി തന്നെ ഗ്രാമത്തിലെ ഇറച്ചി കച്ചവടക്കാരനായ മർത്താബ് ഗ്രാമവാസികളോട് പറയും, നമ്മളൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. ഡ്രാഗനും ഡ്രാഗൺ റൈഡേഴ്സും ഉണ്ടായിരുന്നപ്പോൾ ഒരാൾ നമ്മളെ ഉപദ്രവിക്കില്ലായിരുന്നു എന്ന് പറയും. എന്നാൽ ഇതേ സമയം ഗാൽബർട്ടോറിക്സിൻ്റെ പട്ടാളം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരും. അവർ മർത്താബിനോട് കയർക്കുകയും ഇനി മേലാൽ നീ ഡ്രാഗനെ പറ്റിയോ ഡ്രാഗൺ റൈഡേഴ്സിനെ പറ്റിയോ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇറകനും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം വീട്ടിലേക്കെത്തിയ ഇറകൻ തൻ്റെ ഡ്രാഗനെ പറക്കാനായി പഠിപ്പിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഡ്രാഗൻ പതിയെ പറന്ന് ആകാശത്തേക്ക് ഉയർന്നു പോകും. എന്നാൽ കുറച്ചു കഴിഞ്ഞും ഡ്രാഗൻ തിരികെ വരാത്തത് കാണുമ്പോൾ ഇറകന് നല്ല വിഷമമാകും. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും ഇറകൻ്റെ കയ്യിലെ ആ മാർക്ക് പെട്ടെന്ന് തീജോല പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങും. പെട്ടെന്ന് ആകാശത്തുനിന്ന് മിന്നൽ പിണറ് പോലെ ഡ്രാഗൻ വളരെ വലിയ ശക്തിയിൽ ഇറകൻ്റെ അടുത്തേക്ക് പറന്നു വന്നിരിക്കും. എന്നാൽ അപ്പോഴേക്കും ഡ്രാഗൻ വളർന്നു വലുതായിരുന്നു. എന്നാൽ ഡ്രാഗൻ അപ്പോൾ തൻ്റെ മനസ്സിൽ
എൻ്റെ പേര് സഫൈറ എന്നാണ് ഇറക എന്ന് പറയും. എന്നാൽ ഡ്രാഗൻ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ഇറകൻ അത് കേൾക്കാൻ കഴിയുമായിരുന്നു. ഇറകന് മാത്രം ഇറകൻ പറയുന്നത് ഡ്രാഗനും കേൾക്കാൻ കഴിയുമായിരുന്നു. അത് അവനൊരു വല്ലാത്ത അത്ഭുതം പോലെ തോന്നി. അങ്ങനെ അന്ന് രാത്രി ഡ്രാഗനെ പറ്റി മർത്താബിന് കൂടുതൽ അറിയാമെന്ന് മനസ്സിലാക്കിയ ഇറകൻ മർത്താബ് അറിയാതെ അയാളെ വീട്ടിനുള്ളിൽ കയറി ഡ്രാഗനെക്കുറിച്ചുള്ള ബുക്ക് വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം മർത്താബ് അങ്ങോട്ടേക്ക് വന്ന്, നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ കടന്നു കയറിയത്? നിനക്കൊന്നും ഡ്രാഗനെക്കുറിച്ച് അറിയാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് മർത്താബ് ഇറകനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. മർത്താബ് ഒരു മിസ്റ്ററി മാനായിരുന്നു. ഇറകൻ പോയ ശേഷം താൻ ആരെയും കാണിക്കാതെ സൂക്ഷിച്ചിരുന്ന വാൾ മർത്താബ് ഒരു സ്ഥലത്ത് ഒളിച്ചു വയ്ക്കും. അവിടെ നിന്ന് വിഷമിച്ച് പുറത്തു വരുമ്പോഴാണ് തന്നെപ്പറ്റി ഗ്രാമവാസിയോട് ആരോ കയർത്ത് സംസാരിക്കുന്നത് ഇറകൻ കേൾക്കുന്നത്. അത് ആ ദുർമന്ത്രവാദി പറഞ്ഞയച്ച കിങ്കരന്മാരാണ് ഇറകനെ പറ്റി അന്വേഷിച്ചത്. അവർ തന്നെ അപകടപ്പെടുത്താനാണ് വന്നതെന്ന് ഇറകന് മനസ്സിലാകും. ആ കിങ്കരന്മാർ അവിടെ എത്തുന്നതിന് മുൻപ് വീട്ടിലേക്കെത്തിയ അമ്മാവനെ രക്ഷിക്കാനായി ഇറകൻ വീട്ടിലേക്ക് ഓടുമ്പോഴേക്കും പെട്ടെന്ന് എവിടെ നിന്നോ ഡ്രാഗൻ പറന്നു വന്ന് ഇറകനെ പൊക്കിയെടുക്കും. എന്നാൽ ഇറകൻ ഡ്രാഗനോട് പറയും, സഫേറ, എന്നെ നീ താഴെയാക്ക്, അല്ലെങ്കിൽ ആ കിങ്കരന്മാർ അങ്ങോട്ടേക്ക് വന്ന് അമ്മാവനെ കൊല്ലുമെന്ന്. എന്നാൽ സഫേറ ഇറകനോട് പറയും, നിന്നെ ഇപ്പോൾ തറയിലാക്കുകയാണെങ്കിൽ നിന്നെയും ആ കിങ്കരന്മാർ കൊല്ലും. ഒടുവിൽ ഇറകന്റെ നിർബന്ധത്തിന് വഴങ്ങി സഫേറ ഇറകനെ തറയിലാക്കും. അവൻ അങ്ങനെ വീടിനുള്ളിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് പാവം അവൻ്റെ അമ്മാവനെ അവനെ കിട്ടാത്ത ദേഷ്യത്തിൽ ആ കിങ്കരന്മാർ കൊന്നുകളഞ്ഞിരിക്കുന്നു. ദേഷ്യമെന്ന ഇറകൻ സഫേറയുടെ അടുത്ത് വന്ന് പറയും, നീ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് ആ കിങ്കരന്മാർ എൻ്റെ അമ്മാവനെ കൊന്നത്. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അമ്മാവനെ രക്ഷിച്ചേനെ എന്ന് പറയും. എന്നാൽ സഫേറ പറയും, നിനക്കൊരിക്കലും കിങ്കരന്മാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർ അത്രയധികം ശക്തിമാന്മാരാണെന്ന്. എന്നാൽ നിന്നെ കാരണമാണ് എൻ്റെ അമ്മാവൻ മരിച്ചത്, അതുകൊണ്ട് നിന്നെ എൻ്റെ കൺമുന്നിൽ ഇനി കാണരുതെന്നും പറഞ്ഞ് സഫേറയെ ഇറകൻ അവിടെ നിന്ന് പറഞ്ഞയക്കും. എന്നിട്ട് അവൻ തൻ്റെ അമ്മാവൻ്റെ ബോഡിയുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മർത്താബ് അങ്ങോട്ടേക്ക് വരും. കിങ്കരന്മാരിൽപ്പെട്ട ഒരുത്തനാണെന്ന് പറഞ്ഞ് മർത്താബിനെ അടിക്കാനായി ഒരുങ്ങുമ്പോൾ മർത്താബ് അവനോട് പറയും, നീ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല, നമുക്ക് ഇവിടെ നിന്ന് ഉടനെ പോകണമെന്ന്. എന്നാൽ മർത്താബിനോടൊപ്പം വരാൻ ഇറകൻ കൂട്ടാക്കിയില്ല. എന്നാൽ മർത്താബ് പറയും, നമുക്ക് വാർഡനിലേക്ക് പോകണം, വാർഡനിൽ പോയാൽ മാത്രമേ നിനക്കിനി രക്ഷയുള്ളൂ, നീ ജീവിച്ചിരിക്കേണ്ടത് ഞങ്ങളുടെ എല്ലാം ആവശ്യമാണെന്നും പറഞ്ഞ് ഇറകനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അവർ പോകും. അങ്ങനെ ഒരു സ്ഥലത്തെത്തി മർത്താബ് അവനോട് പറയും, നീ നിന്റെ ഡ്രാഗനെ വിളിച്ചു വരുത്താൻ. ഡ്രാഗനെ പറ്റി മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ഡ്രാഗൻ അങ്ങോട്ടേക്ക് പറന്ന് സഫേറയോട് ദേഷ്യപ്പെട്ടതിന് ഇറകൻ മാപ്പ് ചോദിക്കും. മർത്താബ് അപ്പോൾ അവനോട് പറയും, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒരു ഡ്രാഗൺ റൈഡറാണ്, നീ വളരെ സ്പെഷ്യലായ ഒരാളാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഡ്രാഗൺ റൈഡറെ ഞാൻ കണ്ടുമുട്ടുന്നതെന്ന് അവനോട് പറയും. നീ ജീവിച്ചിരിക്കേണ്ടത് വാർഡനിലെ ജനങ്ങളുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഗാൽബറ്റോറസിൻ്റെ കയ്യിൽ കിട്ടാതെ നമുക്ക് ഉടനെ തന്നെ വാർഡനിലേക്ക് പോകണമെന്ന് അയാൾ അവനോട് പറയും. ഇതേ സമയം ആ മന്ത്രവാദിയുടെ കിങ്കരന്മാർ മന്ത്രവാദിയോട് പറയും, ഞങ്ങൾക്ക് ഇറകനെയും ഡ്രാഗനെയും കൊല്ലാൻ പറ്റിയില്ല, ഒരു സാധാരണ പയ്യനെ പിടിക്കാൻ നിനക്ക് പറ്റിയില്ലേ എന്ന് ചോദിച്ച് ആ മന്ത്രവാദി കിങ്കരനിൽ ഒരുത്തനെ കൊല്ലും. എന്നാൽ ഇതേ സമയം കിങ്കരന്മാരുടെയും മന്ത്രവാദിനിയുടെയും കയ്യിൽപ്പെടാതെ മർത്താബ് ഇറകനെയും കൊണ്ട് വാർഡനിലേക്ക് സേഫായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് മർത്താബും ഇറകനും സഫേറയും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മർത്താബ് തീ ഉണ്ടാക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്ര വേഗം തീ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ കല്ലുരച്ചാണ് തീ ഉണ്ടാക്കിയതെന്ന് മർത്താബ് പറയും. എന്നാൽ മർത്താബ് ഒരു നിഗൂഢനായ മനുഷ്യനാണെന്ന് ഇറകൻ അപ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുപാട് ദൂരെ സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലെത്തും. മർത്താബ് അവനോട് പറയും, നീ ഇവിടെ നില്ല്, ഞാൻ ഇവിടെ വല്ല ഭക്ഷണവും കിട്ടുമോ എന്ന് നോക്കാമെന്ന്. ഇതേ സമയം ഇറകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കൈനോട്ടക്കാരിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ ആ കൈനോട്ടക്കാരി അവളുടെ മുഖത്ത് നോക്കിയ ശേഷം പറയും, നിനക്ക് ഒരുപാട് കഴിവുള്ളവനാണ്, പക്ഷേ ആ കഴിവുകൾ മൂലം തന്നെ നിന്റെ ജീവിതത്തിലേക്ക് അപകടങ്ങൾ തിരഞ്ഞു വരികയും ചെയ്യുമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും മർത്താബ് അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകും. എന്നാൽ ഇതേ സമയത്ത് തന്നെ കിങ്കരന്മാർ അവരുള്ള സ്ഥലത്തേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യും. ഇറകൻ ഉടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പുകൾ കിങ്കരന്മാർക്ക് നേരെ വിടും. എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നതുപോലെ ഇറകൻ ഒരു മന്ത്രം ജപിച്ച ശേഷം കിങ്കരന്മാർക്ക് നേരെ അമ്പ് വിടും. ആ കിങ്കരന്മാരെല്ലാം മരിക്കുകയും ഇറകൻ ബോധം കെട്ട് വീഴുകയും ചെയ്യും. എന്നാൽ അടുത്ത ദിവസം കണ്ണു തുറക്കുമ്പോൾ ഇറകനോട് മർത്താവ് പറയും, നിനക്ക് എന്തോ സവിശേഷ ശക്തിയുണ്ട്, സാധാരണ ഡ്രാഗൺ റൈഡേഴ്സൊക്കെ മന്ത്രം പഠിക്കാറാണ് പതിവ്, പക്ഷെ നിന്റെ മൈൻഡിൽ എന്തോ ഒരു ശക്തി കൊണ്ട് മന്ത്രം വരികയാണ് ചെയ്തത്, അങ്ങനെയാണ് നീ ആ അമ്പ് വിട്ടതെന്ന് പറയും. എന്നിട്ട് കുറേ അധികം മന്ത്രങ്ങൾ മർത്താവ് അവന് പറഞ്ഞു കൊടുക്കും. മന്ത്രം പഠിച്ച ഉടനെ തന്നെ ഇറകൻ ഡ്രാഗൻ്റെ മുകളിലേക്ക് കയറി ഡ്രാഗനെ പറത്താൻ തുടങ്ങും. അങ്ങനെ ഇറകൻ ആദ്യമായി പേടിയില്ലാതെ ഡ്രാഗനെ വേഗത്തിൽ പറത്തുകയാണ്. അതിനുശേഷം ഒരു മന്ത്രം ചൊല്ലി ഡ്രാഗൻ്റെ കാഴ്ച ഇറകൻ്റെ കണ്ണിലൂടെ കാണാൻ കഴിയും. ഡ്രാഗൻ കാണുന്നതെല്ലാം ഇറകനും അതുപോലെ തന്നെ കാണാൻ കഴിയും. അപ്പോഴാണ് കാട്ടിലൂടെ കിങ്കരന്മാർ വീണ്ടും തന്നെ അന്വേഷിച്ച് വരുന്നത് ഇറകൻ കാണുന്നത്. ഇറകൻ ഉടനെ തന്നെ താഴേക്ക് വരും. മർത്താബും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെടുത്ത് കിങ്കരന്മാരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിങ്കരന്മാരെ അറ്റാക്ക് ചെയ്ത് കൊല്ലുകയാണ്.
അല്ല, അപ്പോഴാണ് ഇറകന് മനസ്സിലാകുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മർത്താബും ഒരു ഡ്രാഗൺ റൈഡർ ആയിരുന്നു. മർത്താബിൻ്റെ ഡ്രാഗൺ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോവുകയാണ് ചെയ്തതെന്ന്. എന്നാൽ ഇതേ സമയം ആ ദുർമന്ത്രവാദി അന്ന് യുദ്ധത്തിൽ പിടിച്ച പ്രിൻസസ് ആര്യയുടെ ശരീരത്തിലേക്ക് ദുർമന്ത്രവാദം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അന്ന് രാത്രി ആ ദുർമന്ത്രവാദത്തിൻ്റെ പവർ കൊണ്ട് ഇറകൻ ഒരു സ്വപ്നം കാണുകയാണ്. ആര്യ ഇറകനെ കാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ ഇറകൻ തൻ്റെ അടുത്തേക്ക് വരാനുള്ള ആ ദുർമന്ത്രവാദിയുടെ ബ്ലാക്ക് മാജിക് ആയിരുന്നു അത്. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്ന ഇറകൻ മർത്താബിനോട് പറയും, എനിക്ക് ആര്യയെ രക്ഷിക്കാനായി ഗാൽബറോഡിക്സിൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. എന്നാൽ നീ ഇപ്പോൾ പോകണ്ട, അത് അപകടമാണ്. നമുക്ക് ഉടനെ തന്നെ വാർഡനിലേക്ക് എത്തണം. വാർഡനിലേക്ക് എത്തിയ ശേഷം നമുക്ക് ഗാൽബറോഡിക്സിനെതിരെ യുദ്ധം ചെയ്യാമെന്ന് പറയും. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഇറകൻ ആര്യയെ രക്ഷിക്കാനായി ഗാൽബറോഡിക്സിൻ്റെ അടുത്തേക്ക് ഡ്രാഗനും എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഡ്രാഗനെ സേഫായി ഒരു സ്ഥലത്ത് നിർത്തിയ ശേഷം ഗാൽബറോഡിക്സിൻ്റെ കൊട്ടാരത്തിലേക്ക് ആരും കാണാതെ കയറുകയാണ് ഇറകൻ. എന്നാൽ ഇറകനെ കാണുമ്പോൾ തന്നെ പാതി മയക്കത്തിലുള്ള ആര്യ പറയും, നീ ഇവിടെ നിൽക്കണ്ട, ആ ദുർമന്ത്രവാദിയുണ്ട്, അപകടമാണെന്ന്. ഇതേ സമയം ആ ദുർമന്ത്രവാദി അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ചെയ്യാനായി ഒരുങ്ങുമ്പോഴേക്കും ആ ദുർമന്ത്രവാദി തൻ്റെ കയ്യിലുള്ള അമ്പ് ഇറകൻ്റെ നേരെ വീഴ്ത്തും. എന്നാൽ അത് ഇറകൻ്റെ ദേഹത്ത് കൊള്ളുന്നതിന് മുൻപ് ഇറകനെ രക്ഷിക്കാനായി മർത്താബ് തൻ്റെ ജീവത്യാഗം ചെയ്യും. എന്നാൽ ഇത് കണ്ട് സങ്കടവും ദേഷ്യം വന്ന ഇറകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രശക്തി ഉപയോഗിച്ച് മന്ത്രവാദിയെ അവിടെ നിന്ന് പേടിച്ചോട്ടിച്ചു വിടും. അതിനുശേഷം മർത്താവിനെ എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. അങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് മർത്താവ് അവനോട് പറയും, നീ എത്രയും പെട്ടെന്ന് വാർഡനിലെത്തണം. പിന്നെ ആ മന്ത്രവാദിയെ കൊല്ലാൻ എൻ്റെ കയ്യിലുള്ള ഈ വാള് അവൻ്റെ നെഞ്ചത്തേക്ക് കുത്തിയിറക്കണം, എന്നാലേ അവൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് മർത്താവ് മരിക്കും. എന്നാൽ ഇതേ സമയം എന്തോ ഒരു ദുർമന്ത്രവാദം ചെയ്ത് വാർഡനിലേക്ക് പോകുകയായിരുന്ന ആര്യയുടെ ശരീരത്തിൽ അയാൾ മുറിവുകൾ ഉണ്ടാക്കും. ആര്യയുടെ ബോഡി കൂടുതൽ വീക്കായി വന്നു. എന്നാൽ അപ്പോഴേക്കും ദേവദൂതനെ പോലെ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്ന്, നിങ്ങളെ വാർഡനിലെത്തിക്കാൻ ഞാൻ വഴി കാണിച്ചു തരാം, വാർഡനിലെത്തിയാൽ അവർ മരുന്ന് വെച്ച് ഇവളെ രക്ഷപ്പെടുത്തും എന്ന് പറയും. അങ്ങനെ അവർ എല്ലാവരും കൂടി അവൻ പറയുന്നത് കേട്ട് വാർഡനിലേക്ക് പോകുകയാണ്. അങ്ങനെ അവസാനം ഇറകൻ വാർഡനിലെത്തി വാർഡനിലെ രാജാവിനെ കാണുകയാണ്. എന്നിട്ട് അയാളോട് പറയും, ഞാനാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ഡ്രാഗൺ റൈഡർ എന്ന് പറയും. എന്നാൽ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേക്കും ഡ്രാഗൻ അങ്ങോട്ടേക്ക് പറന്നു വരും. അപ്പോഴവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇവനാണ് ഡ്രാഗൺ റൈഡർ എന്ന്. എന്നാൽ അപ്പോഴേക്കും ആര്യയുടെ ഹെൽത്ത് വളരെയധികം മോശമായി കൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴേക്കും വാർഡനിലെ രാജാവ് പറയും, ഇവളെ ഓർത്ത് നീ പേടിക്കേണ്ട, ഇതിനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. എന്നാൽ ഇതേ സമയം മന്ത്രവാദി തൻ്റെ കിങ്കരന്മാരെയും കൊണ്ട് വാർഡൻ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. എന്നാൽ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും വാർഡനിലെ മരുന്നൊക്കെ കഴിച്ച് ആര്യയുടെ ഹെൽത്ത് ഓക്കെ ആകും. എന്നിട്ട് അവർ രണ്ടുപേരും യുദ്ധത്തിന് പോകാനായി പടച്ചൊട്ടയൊക്കെ ഇട്ട് റെഡിയാവുകയാണ്. ഇതേ സമയം വാർഡനിലെ പട്ടാളവും സെറ്റായി നിൽക്കും. എന്നാൽ അപ്പോഴേക്കും കിങ്കരന്മാരെയും കൊണ്ട് മന്ത്രവാദി വാർഡൻ അറ്റാക്ക് ചെയ്യാനായി വരും. വാർഡനിലേക്ക് കിങ്കരന്മാരുടെ സൈന്യം അറ്റാക്ക് ചെയ്ത് കയറുന്നത് കാണുന്ന ഇറകൻ തൻ്റെ ഡ്രാഗനെ വിളിക്കും. ഡ്രാഗൻ അപ്പോഴേക്കും തീ തുപ്പി അവന്മാരെ കൊല്ലാൻ പോകാൻ റെഡിയാണെന്ന് ഇറകനോട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും റെഡിയായി മന്ത്രവാദിനിയുടെ കിങ്കരന്മാരെ നേരിടാനായി പോവുകയാണ്. ആ കിങ്കരന്മാരെ എല്ലാവരെയും ഡ്രാഗൻ ചുട്ടരിക്കും. ഡ്രാഗൻ്റെ മുന്നിൽ അവരെല്ലാവരും തോറ്റുപോകും. എന്നാൽ കിങ്കരന്മാർ മരിക്കും തോറും തൻ്റെ ദുർമന്ത്രവാദം കൊണ്ട് മന്ത്രവാദി കൂടുതൽ കിങ്കരന്മാരെ ഉണ്ടാക്കും. കിങ്കരന്മാരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രവാദി ഒടുവിൽ നേരിട്ടിറങ്ങാനായി പോവുകയാണ്. എന്നാൽ മന്ത്രശക്തി കൊണ്ട് മന്ത്രവാദി ഒരു കൺകട്ട് ഡ്രാഗനെ ഉണ്ടാക്കി ഇറകൻ്റെ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ ഇറകൻ്റെ ഡ്രാഗന് ആ അറ്റാക്കിൽ കാര്യമായ ഇഞ്ചറി പറ്റും. എന്നാൽ ദേഷ്യം വന്ന ഇറകൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് ദുർമന്ത്രവാദിനിയുടെ നെഞ്ചത്തേക്ക് വാൾ കുത്തിയിറക്കുകയും ചെയ്യും. എന്നാൽ അതോടുകൂടി ആ ദുർമന്ത്രവാദിനിക്ക് അന്ത്യം സംഭവിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൻ്റെ അവസാനം ഇറകൻ്റെ വാർഡൻ രാജ്യം വിജയിക്കുകയാണ്. എന്നാൽ യുദ്ധം ജയിക്കുമെങ്കിലും യുദ്ധത്തിൽ നല്ല ഇഞ്ചറി പറ്റിയ ഇറകൻ്റെ ഡ്രാഗൻ മരിക്കും. ഇറകൻ അതിന് ജീവൻ നൽകാൻ നോക്കുമെങ്കിലും ഇറകനെ കൊണ്ട് അതിന് സാധിക്കുമായിരുന്നില്ല. ഇറകനും കുറച്ച് കഴിയുമ്പോഴേക്കും പവർ നഷ്ടപ്പെട്ട് ബോധം കെട്ട് വീഴും. അങ്ങനെ ബോധം പോയി വീണ ഇറകൻ അടുത്ത ദിവസം ബോധം വരുമ്പോഴേക്കും ഇറകൻ്റെ അടുത്തേക്ക് അവൻ്റെ കൂട്ടുകാരൻ വന്ന് പറയും, നീ പേടിക്കണ്ട, ഡ്രാഗൻ മരിച്ചിട്ടില്ല, നീ ചെയ്ത മന്ത്രത്താൽ ഡ്രാഗന് ഒന്നും പറ്റാതെ തിരിച്ചു വന്നു എന്ന് പറയും. ഇറകൻ സ്നേഹത്തോടെ ഡ്രാഗൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ടവൻ ഗാൽബറോഡിക്സിനെ കൊല്ലാനായി പോകുകയായിരുന്ന ആര്യയുടെ അടുത്തേക്ക് ഡ്രാഗനെയും കൊണ്ടുവന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ ആര്യ പറയും, അതിന് കൃത്യമായ സമയം വരുമ്പോൾ ഞാൻ തന്നെ നിന്നെ തേടി വരാമെന്ന് പറയും. അങ്ങനെ ഈ ഒരു സീനോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.